നമസ്കാരം. വീണ്ടും വന്ദേ മാതരം. ലളിതമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം, സമയമൊക്കെ ഒത്തു വന്നാൽ മാത്രം. വന്ദേ മാതരം, വന്ദേ മാതരം. വന്ദേ മാതരമായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മനുവാദം, ഈ മനുവിൻ്റെ കാലഘട്ടം ഏതാണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല, വലിയ പിടുത്തം കിട്ടുന്നില്ല. അതിൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറഞ്ഞു. അതിൻ്റെ മുമ്പത്തെ കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ നമ്മുടെ ശിവശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർ ശൈവ സിദ്ധാന്തത്തിലെ ആരാധകരായിരുന്നു എന്ന് പറയണു. ഈ ശൈവമത വിശ്വാസമനുസരിച്ച് ശക്തി സമേതനമില്ലാത്ത ശിവൻ ഒന്നും ചെയ്യാൻ ശക്തിയില്ലാത്തവനാകുന്നു. ശക്തിയോട് കൂടി ചേരുമ്പോൾ ശിവൻ ശക്തനായി തീരുന്നു. ശിവനും ശക്തിയും രണ്ട് ഭാവങ്ങളാണ്, ഒന്നില്ലെങ്കിൽ മറ്റേതില്ല. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ല, പുരുഷനില്ലെങ്കിൽ സ്ത്രീ ഇല്ല. ഇതാണ് ഭാരതീയ സങ്കല്പം. ഇതല്ല ഭാരതീയ സങ്കല്പം എങ്കിൽ തന്നെയും ഭാരതീയ സങ്കല്പങ്ങളുടെ ഒരു ഭാഗമാണ്. ഒരു ചെറിയൊരു വിഭാഗം മാത്രമാണ് ഹൈന്ദവരുടെ ഈ ശൈവ സിദ്ധാന്തം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു. ഈ ശിവശക്തി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ശിവനും പാർവതിയും, അല്ലെങ്കിൽ ആണും പെണ്ണിൻ്റെ ഒരു ശക്തി എല്ലാവർക്കും ഉള്ളതാണ്. അത് പ്രകൃതി ശക്തി തന്നെയാണ്. പിന്നെ പുരുഷനും സ്വന്തമായ ശക്തികളുണ്ട്, സ്ത്രീക്കും സ്വന്തമായ ശക്തികളുണ്ട്. സ്ത്രീ പ്രകൃതിയാണെങ്കിലും പുരുഷനും പ്രകൃതി തന്നെ. എങ്കിലും പുരുഷനും മുകളിലും ഒരു പ്രകൃതി ശക്തിയുണ്ട്, അതായിരിക്കണം ശിവം. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്ന കാര്യം, ഇതിൻ്റെ ഞാൻ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി സിമ്പിളാവും. ഇപ്പോൾ മറ്റേ ബോർഡിൽ വരച്ചൊരു സെഷൻ എടുക്കാനുള്ളൊരു ഔട്ട് ഓഫ് മൂഡാണുള്ളത്. എന്താണ് ഏറ്റവും പ്രകൃതി കഴിഞ്ഞാൽ ആണുങ്ങളെ സംബന്ധിച്ച് എന്താണ്? അച്ഛനും അമ്മയും. അപ്പോൾ ഒരു പുരുഷൻ ആദ്യമായി കാണുന്ന സ്ത്രീ സങ്കല്പം, സ്ത്രീയുടെ അറ്റം, അതിൻ്റെ ഭൗതികതയുടെ അറ്റം എന്താണ്? അമ്മ, സ്ത്രീ, മാതാവ്. അപ്പോൾ ഈ അമ്മ പ്രസവിക്കുന്ന ഈ ആൺമക്കൾ കൃത്യമായ ഭൗതികതയിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭൗതികതയിലല്ലെങ്കിൽ രാജ്യം ശിഥിലീകരിക്കപ്പെടും. ഈ മകന്, ഈ ആണിന് മാക്സിമം എന്താകാം? രാജാവാകാം. അപ്പോൾ ഈ രാജാവിൻ്റെ ഇടയിൽ ലെഫ്റ്റായിട്ട് വരുന്നത് ആരായിരിക്കണം? രാജ്ഞിയായിരിക്കണം. ആ രാജ്ഞിക്ക് ഒരു പങ്കുണ്ട് ഈ ആണിന് ഭൗതികത കൊടുക്കാനും രാജ്യസങ്കല്പത്തിലും. അപ്പോൾ ആ ഒരു പോയിന്റ് മനുവിന് എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചിട്ടാണോ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്ന് പറഞ്ഞൊരു കാരണം? കൃത്യമായ ഒരു രാജഭരണത്തിനുണ്ടായി. ഒരു ഝാൻസി റാണി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും രാജ്യത്തിന് എപ്പോഴും പുരുഷ രാജാവാണ് എപ്പോഴും നല്ലത്. സ്ത്രീയുടെ ശക്തിയോട് കൂടി അത് കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിലും രാജ്യം ഭരിക്കാം എന്നാണ് എൻ്റെ കാര്യം. ഇനി ഭാരതത്തിൽ നമ്മുടെ ഇപ്പോൾ
ഞാൻ ഇന്നാളെ ഒരു ദിവസം പറഞ്ഞു നമ്മുടെ അതിരാത്രം എതിരായി നമ്മുടെ ബ്രാഹ്മണ്യാണല്ലോ ഏറ്റവും വലുത്. അതായത് ഋഷിമാരുടെ പരമ്പരകളിൽ ബ്രാഹ്മണ്യത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത. അത് സത്യം തന്നെയാണ്, അതിനിപ്പോൾ ഒന്നും കുറ്റമൊന്നും പറയാനില്ല. നമ്മുടെ നാട്ടിൽ സാമ്പത്തിക ശാസ്ത്രം മൂലവും കൊളോണിയൽ കാലം തൊട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ആഗമനം മൂലവും നമ്മുടെ മോണിറ്ററി വാല്യൂവിൻ്റെ പ്രശ്നങ്ങൾ മൂലവും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തന്നെയും അത് ബ്രാഹ്മണനും ഹരിജനങ്ങൾക്കും ഒരേ രീതിയിലാണ് പോയിട്ടുള്ളത്. രണ്ട് വിഭാഗത്തിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ നമുക്ക് ബ്രാഹ്മണരുടെ വിഷമങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അത് നമുക്ക് പിന്നെ കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഭാരതത്തിൽ സ്ത്രീക്ക് പുരുഷനോടൊപ്പം യാഗാദി കർമ്മങ്ങളിൽ കൂടി പങ്കെടുക്കാൻ അധികാരമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ഈ ലോകത്ത് ഈ പാശ്ചാത്യ നാഗരികതകളിൽ സ്ത്രീ ഇപ്പോൾ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞ ഗ്രേറ്റ് ബ്രിട്ടനിലൊക്കെ 1950 കൂടിയിട്ട് അങ്ങോട്ടാണ് വോട്ടവകാശം വരെ കിട്ടി തുടങ്ങിയത്. ബാക്കി എല്ലാ മതങ്ങളിലും സ്ത്രീ എന്ന് പറഞ്ഞ വെറും ഉപഭോഗ വസ്തു മാത്രമാണെങ്കിൽ തന്നെ നമ്മുടെ ഭാരതത്തിൽ ഗ്രേറ്റായിട്ട് ഈ അമ്മ എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീക്കുള്ള പരിഭാവനം കൊടുത്തിട്ടുള്ള സങ്കല്പത്തിൽ തന്നെയാണ് നമ്മുടെ ഭാരതമാതാവ് ഭാരതാംബ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ വന്ദേമാതരമൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അതിരാത്രം കൈതപ്രൻ വാസുദേവൻ നമ്പൂരി എഴുതിയ അതിരാത്രത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ബ്രാഹ്മണനോട് ചോദിച്ചു കഴിഞ്ഞാൽ യാഗത്തിൽ യജമാനത്തി സങ്കല്പം കൂടിയുണ്ട്. യജമാനനാണ് യാഗത്തിൻ്റെ പുരുഷ സങ്കല്പമാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും ഇതേപോലെ ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ ഇതുണ്ടെങ്കിലും ഈ യജമാനത്തിക്കും കൂടിയും അതിൽ പങ്കുണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. 2026 ഇത് പറയുന്നത് എന്താണ്? നമ്മൾ ഇത്രയും മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ഈ അക്കാദമിക് ഇടത് ജിഹാദി നെഹ്റുവിൻ പ്രൊപ്പഗാൻഡകൾ പറഞ്ഞു പരത്തിയ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് പറഞ്ഞു പരത്തിയ യാതൊരു പ്രശ്നവും ഭാരത ഹൈന്ദവഗതിയിൽ കാണാനില്ല. പക്ഷെ നമുക്ക് സംഭവിച്ചു ബ്രിട്ടീഷുകാരുടെ സമയത്ത്, അതിനുമുമ്പ് മുഗളന്മാരുടെ ആക്രമണത്തിൽ, അതിനുമുമ്പുള്ള പാശ്ചാത്യ ആക്രമണങ്ങളിലൊക്കെ കൃത്യം മോണിറ്ററി വാല്യൂവിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഭാരതം എന്നും എപ്പോഴും സ്ത്രീക്ക് ബഹുമാനവും ആദരവും കൊടുത്തിട്ട് തന്നെ ജീവിച്ചു വളർന്ന ഒരു സമൂഹ ജീവിതമാണ്, ജീവിത രീതിയാണ്. അപ്പോൾ ശാസ്ത്രം അനുസരിച്ചും സ്ത്രീക്ക് ഒരിക്കലും ഒരു രാജ്യത്തിനൊരു രാജ്ഞി, രാജാവിൻ്റെ സ്ഥാനത്തുള്ള രാജ്ഞി നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഈ കൃഷ്ണദാസ് കുറുപ്പ് എന്ന് പറയുന്ന എൻ്റെയും അഭിപ്രായം അതായിരിക്കും. ഒരു പക്ഷേ മനു ആ സമയത്ത്, ആ മനുവിൻ്റെ കാലഘട്ടത്തിൽ, ഇതെല്ലാം ധർമ്മം ഇല്ലെങ്കിൽ അധർമ്മം എവിടെയാണോ പ്രസരിപ്പിച്ച് വരുന്ന സമയം, ആ സമയത്ത് സ്ത്രീകളുടെ ഭരണഘടനാപരമായ എല്ലായിടത്തും അവകാശം ഉണ്ടാവണം, തുല്യ പദവിയൊക്കെ വേണം. പക്ഷെ ഭരിക്കുക എന്നുള്ളത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അടിയന്തരാവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളുള്ളൂ. ഇന്ദിരാഗാന്ധി ചെറിയ എക്സാമ്പിള് ഞാൻ പറഞ്ഞ, എപ്പോഴും രാജാവിൻ്റെ പത്നിയായിരിക്കുന്നതാണ് എപ്പോഴും രാജ്ഞിയുടെയും ശ്രേഷ്ഠത, സ്ത്രീയുടെ ശ്രേഷ്ഠത. രാജ്യത്തിന് എപ്പോഴും ഒരു യജമാനൻ, രാജാവ് എന്ന ചക്രവർത്തി എന്ന സങ്കല്പം തന്നെയാണ് നല്ലത്. ആ നല്ല രാജാവിൽ നിന്ന്, നല്ല രാജ്ഞിയിൽ നിന്നുണ്ടാകുന്ന മക്കൾ, അല്ലെങ്കിൽ നല്ല ആണിൽ നിന്ന്, ഈ അമ്മ എന്നുള്ള ഏറ്റവും മുകളിലുള്ള സങ്കല്പത്തിൽ നിന്ന് താഴേക്ക് എത്തുമ്പോൾ ആ ഭൗതികത, ആണുങ്ങളുടെ ഭൗതികതയും കറക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? രാജ്യത്ത് ധർമ്മം ഉണ്ടാവണം. ആ ധർമ്മച്യുതി സംഭവിച്ചു, അതിപ്പോഴും സംഭവിച്ചു. ഒരേ സമയം അല്ലേ പ്ലാസ്റ്റിക് നിരോധിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകളിലും എല്ലാ ഏരിയകളിലും പ്ലാസ്റ്റിക് നിരോധനം, പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നിരോധിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഇന്നെന്താ സംഭവിക്കുന്നത്? പ്ലാസ്റ്റിക് നോട്ടുകൾ.
പ്ലാസ്റ്റിക് നോട്ട് ഇറക്കാൻ പോകുമെന്നാണ് പറയണത് 2026. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എവിടെ നിന്ന് എവിടേക്ക് പോയി നമ്മൾ? എവിടെ നിന്ന് എവിടത്തേക്ക് എത്തി? പ്ലാസ്റ്റിക് നോട്ടുകൾ. അപ്പോൾ വന്ദേമാതരമായിരുന്നു വിഷയമെങ്കിലും ഈ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്നത് അത് മനുവാദത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു 10 മിനിറ്റായി. ഇത് ഞാൻ ഉടൻ തന്നെ അവസാനിപ്പിച്ച് നമുക്ക് വീണ്ടും വന്ദേ മാതരം, വന്ദേ മാതരത്തിലേക്ക് കടക്കാം. വന്ദേ മാതരത്തിൻ്റെ പൊളിറ്റിക്സ്, വന്ദേ മാതരത്തിൻ്റെ ചരിത്രം. വന്ദേ മാതരത്തിൽ ഇനി ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഈ കേരളം കാണാൻ പോണ പ്രീണന വോട്ടിംഗ് രാഷ്ട്രീയത്തിൻ്റെ ഇരകളാകുന്ന ജനങ്ങൾ, അതിൽ തന്നെ നമ്മുടെ കേരളത്തിനും ഈ ഹിന്ദുത്വത്തിനും ഈ ഹൈന്ദവതയ്ക്കും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നിവ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. വന്ദേ മാതരം.